അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച്. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഓയിൽ പാനിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ അതിൽ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് വാട്ടി കൊടുക്കുക. എന്നിട്ട് വാടുന്നവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. താഴെ വന്ന നിലവേ താഴുവീണ നിധിയേ ആഴമുള്ള നദിയേ മുത്തിവെച്ച ശിലയേ മുത്തുവെച്ച മാലയേ മുത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാ ദിൽവാലെ മായാജാലം കാട്ടു. അങ്ങനെ വാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചിക്കൻ മസാലയും കുറച്ച് കുരുമുളകും കൂടി ഇട്ടാൽ ഇത്തിരി സൂപ്പറാവും കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക അല്ലേ മാമി? യെസ്. നമുക്ക് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ആ കളറൊക്കെ കളർ പിടിക്കണം ഈ മുളക് പൊടീൻ്റെ. അപ്പം അതുവരെ നമ്മൾ കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേ കളറൊക്കെ ആയിട്ട് അതുവരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ അത് പിന്നെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡോ ബന്നോ ഒന്നും എടുക്കുക. ഞാളിവിടെ സാൻഡ്വിച്ചിൻ്റെ വലിയ ബണ്ണില്ല അതെടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾ ടോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് എന്ത് സാൻഡ്വിച്ചാണ്? മുട്ട സാൻഡ്വിച്ച്. അപ്പം മുട്ട ഞങ്ങൾ വെളിച്ചെണ്ണ വെച്ചിട്ടില്ല, വെളിച്ചെണ്ണ വേണേൽ വയ്ക്കാം. എന്നിട്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കണം. ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആ മുട്ട ചിക്കുന്ന വരെ. എന്നിട്ട് നമ്മൾ മുട്ട മസാലയിലേക്ക് ഇട്ട് സാൻഡ്വിച്ചിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് സാൻഡ്വിച്ച്.